ഇന്ന് രാവിലത്തെ പ്രധാന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരുതരം വാർത്തയാണ്. വരൂ. ഈ സിറ്റിയിലുള്ളവർ പെട്ടെന്നാണ് കാണാതാവുന്നത്. കാടിന്റെ ഭാഗത്തേക്ക് പല ജോലിക്കായി പോകുന്നവരെ പിന്നെ തിരിച്ചിങ്ങോട്ട് കാണാറേയില്ല. ഈ സംഭവങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി അറിയുവാൻ ഞങ്ങളുടെ ചാനൽ വീണ്ടും കാണുക. കൃത്യം ഇന്ന് രാത്രി 8 മണിക്ക് കാടിന്റെ മർമ്മരഹസ്യം. അല്ല, നമ്മുടെ ഭീംസിംഗിനെയും കാണുന്നില്ലല്ലോ. രാവിലെ കാട്ടിൽ ചെന്ന് വൈൽഡ് ബെറീസും കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയാനാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ രാവിലത്തെ ചായക്ക് ശേഷം അവനെ കണ്ടിട്ടേയില്ല. ഞാൻ വേഗം ഒന്ന് ലഡുസിംഗ് സാറിനെ വിളിക്കട്ടെ. ലഡുസിംഗ് സാർ, എന്താ ഭീംസിംഗും കാണാതെ പോയോ? ലഡു സിംഗിന്റെ പരിധിയിൽ ആൾക്കാർ ഒളിച്ചിരിക്കും, പക്ഷെ ഒരിക്കലും ഇങ്ങനെ കാണാതെ പോവില്ല. ഞാൻ ഇപ്പൊ തന്നെ പേടാറാമിനെ കൂട്ടിക്കൊണ്ട് പോയി കാടിന്റെ ഉള്ളിൽ ആൾക്കാരെ അന്വേഷിക്കാൻ പോകുന്നു. കാടിന്റെ ഓരോ മുക്കും മൂലയും എനിക്ക് നല്ല പരിചയമാണ് ശിവ. ശരി, ഇപ്പൊ നീ എന്നോടൊരു കാര്യം പറയ, അവൻ കാടിന്റെ ഏത് മൂലയ്ക്കാ പോയത്? അതായത് ചിലപ്പോ വൈൽഡ് ബെറീസിന്റെ മരം ഉണ്ടല്ലോ, ആ ഭാഗത്തായിരിക്കും തീർച്ചയായും പോയി കാണാം. സാർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. ഒന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യോ, ഞാനും പുറപ്പെട്ടു വരാം. ശിവ, എന്താ പറ്റിയേ? ഭീംസിംഗിനെ കാണുന്നില്ല രേവ. ഭീംസിംഗ് എങ്ങനെ കാണാതെ പോയേ? അറിയില്ല, രാവിലെ വീട്ടിൽ നിന്ന് പോയതാ. അതാ എനിക്കിപ്പോ ഒരു വിഷമം. ഡോണ്ട് വറി, ഞാൻ ഭീംസിംഗിന്റെ കാലടയാളം വെച്ചിട്ട് എങ്ങോട്ടാ പോയെന്ന് കണ്ടുപിടിച്ചു തരാന്നേ. ഞാൻ അതിനൊക്കെ ഭയങ്കര മെടുക്കനെ, അറിയോ? ഏയ്, അവിടെ നിക്കൂ. എന്താ എന്നെ ഒറ്റയ്ക്ക് പോകുന്നേ? അങ്ങനെ പോകല്ലേ. ശിവ, ഞാൻ ഇപ്പൊ തന്നെ ഭീംസിംഗിനെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്നോ. ഈ കാട് ഭയങ്കര അപകടം പിടിച്ചതാണേ. നിങ്ങളെ കാടിന്റെ അകത്ത് കാണാതെ ആവാൻ പാടില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ്. വിട്ടോ. നമ്മളിവിടെ വെറുതെ നിന്നിട്ടും കാര്യമില്ല. വരൂ, നമുക്ക് ഭീംസിംഗിനെ അന്വേഷിക്കാം. ഒന്ന് പതുക്കെ വണ്ടി ഓടിക്കേ. ലഡു സിംഗ് സാറേ, എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ കാണാതെ ആയിന്നാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടുന്നാ വന്നിരിക്കുന്നത്, നമുക്ക് ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടേ. എന്ത്? ഓ നോ, ഇനിയിപ്പോ എന്തായാലും ശിവേനെ വിളിച്ചേ പറ്റൂ. ഇവിടെ ആണെങ്കിൽ നെറ്റ്വർക്കും ഇല്ല, ശിവേനെ ഫോണില് കിട്ടില്ല. ശിവ, ശിവ, എടാറാം, നീ എന്താണ് മുഖത്തേക്ക് നോക്കണേ? ശിവയെ വിളിക്കേ, ഉറക്കെ വിളിക്കാൻ. ശിവ, ശിവ, ശിവ. അതെ, ലഡുസിംഗ് സാറാണ് നമ്മളെ വിളിക്കുന്നത്. വേഗം വരൂ. ലഡുസിംഗ് സാർ, ഭീംസിംഗ്. എന്റെ ശിവ വന്നല്ലോ, എന്റെ ശിവ വന്നല്ലോ. എന്തിനാ ലഡുസിംഗ് സാറെ ഉറക്കെ വിളിച്ചത്? ശിവ, ഞാൻ ആകെ പേടിച്ചു പോയി. നിങ്ങളെങ്ങാനും കാണാതെ പോയോന്നേ. നിങ്ങളെ കണ്ടപ്പോ സമാധാനായി ശിവ. വെരി ഗുഡ്. ഇനി ആലോചിക്കാം നമുക്ക് ഏത് വഴിക്കാ പോകണ്ടെന്ന്. എല്ലാ സ്ഥലവും കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടേ. എനിക്ക് ഭയങ്കര പേടിയാവുന്നു. ചിലപ്പോ ഈ മരങ്ങളൊക്കെ ഏലിയൻസ് ആണെങ്കിലോ അല്ലേ? ക്യൂടി, നിനക്ക് എവിടെ നോക്കിയാലും ഏലിയൻസിന്റെ ചിന്തയുള്ളോ? കാട്ടിലേക്ക് വന്ന നാട്ടുകാരെ, നിങ്ങളെ ഈ ചക്രം സ്വാഗതം ചെയ്യുന്നു. ഒരു തവണ ചക്രത്തിന്റെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാതെ വിചാരിച്ചാൽ പറ്റില്ല, പറ്റത്തേ ഇല്ല. ആരാത്? ആരാണത്?
ഓയ്, മുന്നിൽ വാ. മുന്നിലേക്ക് വരാനല്ലേ പറഞ്ഞ. ചക്രം ഒരു തവണ മുന്നിൽ വന്നാ പിന്നെ അവന്റെ ഊപ്പാട് ഇളകിപ്പോകും. ഇവിടത്തെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്റെ അനുവാദം തന്നെ വേണ്ടി വരും. വഴി അന്വേഷിച്ച് മടക്കുമ്പോ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞോണ്ട് വരരുത്. തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടാൽ എന്റെ ആൾക്കാർ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരും. എന്നാ നമുക്ക് കാണാം. ഓ, ഹെൽപ്പ്, 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 ഹെൽപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഈ ചക്രത്തിന്റെ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന്. എന്റെ ആൾക്കാർ ഇതാ വന്നു. അവര് പറയുന്ന പോലെ കേൾക്കൂ. ശിവ, എന്നെ രക്ഷിക്കണേ. ഇവിടെ ഉള്ളവർ ഞങ്ങളെ നിർബന്ധിച്ച് ശിലകൾ ഉണ്ടാക്കിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. ഇവിടെ ഉള്ള ദുഷ്ടന്മാര് പറയാണ് ഇനി ഒരിക്കലും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പറ്റില്ലെന്ന്. ഈ ചക്രത്തിന്റെ ചക്രവ്യൂഹത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അങ്കിൾ, മര്യാദക്ക് ഇവരെയൊക്കെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അതെ കുട്ടി, മുതിർന്ന ആൾക്കാരെ സംസാരിക്കുമ്പോ ഇങ്ങനെ ഇടക്കേറി സംസാരിക്കരുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടല്ലേ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആ കുട്ടി ഭയങ്കര സാധനമാണല്ലോ. നോക്കി നിൽക്കാതെ വേഗം ചെന്ന് പിടിക്കണോ. കണ്ടോ ചക്രം? ഹൈ! എന്റെ ചെറിയ ശിഷ്യം കാരണം നിങ്ങളൊക്കെ ഈ അവസ്ഥയാകുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്ക്. അഥവാ എനിക്കാണ് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇനി വേഗം പറഞ്ഞോ, എന്തവിടെ നടക്കുന്നെന്ന്. ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ശിലകൾ ഉണ്ടാക്കുന്നതാണ് എന്റെ ജോലി. പിന്നെ പല പല ക്ഷേത്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശിലകൾ കൊണ്ടുവന്ന് ഇതിന്റെ അകത്ത് വെച്ച് കടത്തി അയക്കലാണ് പതിവ്. ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് ഇവയൊക്കെ വിൽക്കുന്നത്. അങ്ങനെ കാടിക്കണക്കിന് പണം ഞാൻ ഉണ്ടാക്കുന്നു. കോടികൾ കോടികൾ. വേഗം ചെന്ന് ഇവിടെയുള്ള പണികളൊക്കെ ചെയ്യാൻ നോക്ക്. ചെല്ല്. തനിക്കറിയോ ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരാളുടെ മീതെ ഒരു പൊടി പോലും വീഴില്ല. മനസ്സിലായോ? അതുകൊണ്ട് നീയൊന്ന് സ്മഗ്ലിങ്ങിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. യു ആർ അണ്ടർ അറസ്റ്റ്. ഇപ്പൊ തന്നെ നീ എന്നോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോ? സോറി ലഡ്ഡു സിംഗ് സാറേ, ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം സാറേ, ഞാൻ പേടിച്ചു പോയി. പൊയ്ക്കോ, രക്ഷപ്പെടണം എന്നുള്ളവർ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. പക്ഷേ പോകാനുള്ള വഴി സ്വയം കണ്ടുപിടിക്കണം. പോകാനുള്ളവർ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടല്ലോ. ഈ ദുഷ്ടന്മാർക്ക് മാത്രമേ അത് അറിയുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചാലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് വലിയ കൊടും കാടാണ്. ക്രൂരമായ വന്യമൃഗങ്ങൾ ഒത്തിരി ഉണ്ട്. ഇവർക്ക് പുറത്തു പോകാമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വഴി കാണും. ഞാൻ ആ വഴി കണ്ടുപിടിക്കും. ആരെന്തിനും നിർബന്ധിക്കില്ല. വേഗം ചെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. വീഴ്ച നിൽക്കാതെ എല്ലാവരും സഹായിക്കാൻ നോക്ക്. മറ്റുള്ള പണികളിൽ എല്ലാവരും സഹായിക്കാൻ നോക്ക്. ഒന്ന് ചെല്ലടോ. എനിക്ക് ഈ ലഡ്ഡു സിംഗ് സാറിന്റെ കഴിവില് വളരെ അഭിമാനം തോന്നുന്നു. പുള്ളി വളരെ ഇന്റലിജന്റുമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രത്യേക കാര്യം ചെയ്തിട്ടുണ്ട്. ഈ ലഡ്ഡു സിംഗിനെ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിട്. എന്റെ അവസ്ഥ കണ്ടോ ശിവ? ശിവ, ഒന്ന് വേഗം അവരോടൊന്ന് പറഞ്ഞേ. ഇന്റലിജന്റ് നീയാണ്, അല്ലാതെ ഞാനല്ല. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഒന്ന് സമാധാനിട്ടിരിക്ക്.
ആ, ആ.